ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷനിലെ ഈ പുതിയ എപ്പിസോഡിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ഐ എം ഡോക്ടർ ഗ്ലാഡിസ് മാത്യൂസ് ഫ്രം ബാംഗ്ലൂർ. വിശുദ്ധ തിരുവെഴുത്തുകൾ ശ്രദ്ധയോടെ വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ഉള്ളവരുടെ മനസ്സിൽ സ്വാഭാവികമായും ഉണ്ടാകുന്ന സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ ഉത്തരം കണ്ടെത്തി പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ 50-ൽ പരം എപ്പിസോഡുകളിൽ പ്രേക്ഷകരിൽ നിന്നുള്ള അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരവുമായ മറുപടി ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഈ പ്ലാറ്റ്ഫോമിൽ നൽകുകയുണ്ടായി. ഇന്നും അദ്ദേഹം നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുവാനായി നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഈ സെഷനിലെ ആദ്യത്തെ ചോദ്യം പുതിയ നിയമത്തിൽ സുവിശേഷങ്ങളിലെല്ലാം പരാമർശിച്ചിരിക്കുന്ന ഒരു വിഷയമാണ് യേശുക്രിസ്തുവിന്റെ ദൈവാലയത്തെ ശുദ്ധീകരിക്കുന്ന വിഷയം. മത്തായി സുവിശേഷം 21-ാം അധ്യായം 12-13 വാക്യങ്ങൾ, മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ, ലൂക്കോസ് 19-ാം അധ്യായം 45-46 വാക്യം, യോഹന്നാൻ 2-ാം അധ്യായം 13-17 വാക്യങ്ങളിലെല്ലാം തന്നെ ദൈവാലയ ശുദ്ധീകരണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത്, ഈ ദൈവാലയ ശുദ്ധീകരണം യേശു കർത്താവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിലാണോ അതോ ശുശ്രൂഷയുടെ അവസാനത്തിലാണോ? ഫാന്റാസ്റ്റിക് ക്വസ്റ്റ്യൻ. ഗുഡ്. നമുക്ക് അതിന്റെ മറുപടിയിലേക്ക് കയറാം. ഗോസ്പൽസ് കർത്താവിന്റെ ശുശ്രൂഷ കാലത്ത് എഴുതുന്നതല്ല, ജീവിതകാലത്ത് എഴുതുന്നതല്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ദീർഘവർഷങ്ങൾക്ക് ശേഷം എഴുതുന്നത്. മത്തായിയും മർക്കോസും ലൂക്കോസും തങ്ങളുടെ സുവിശേഷങ്ങൾ എഴുതി കഴിഞ്ഞു. ഏറെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് യോഹന്നാൻ അത് വായിച്ചു നോക്കുക. യോഹന്നാൻ വായിച്ചു നോക്കിയപ്പം പബ്ലിക് അറിഞ്ഞിരിക്കേണ്ടതും എന്നാൽ ഇവർ പറയാത്തതുമായ പ്രധാനപ്പെട്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. അത് കർത്താവിനെ പറ്റി പബ്ലിക് അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഇവർ പറഞ്ഞിട്ടില്ല. ഇവർ പറയാത്തതിന്റെ 2 കാരണമുണ്ട്. ഒരു കാരണം അവർക്ക് അറിയത്തില്ല. രണ്ടാമത്തെ കാരണം അറിയാമെങ്കിലും പറയാൻ പറ്റത്തില്ല. അപ്പം യോഹന്നാൻ ആ കാര്യങ്ങളെ പറ്റി പറയാൻ തുടങ്ങി. ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ലാസറെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കാര്യം 3 ലേഖന സുവിശേഷങ്ങളിലില്ല. പക്ഷെ യോഹന്നാനിലുണ്ട്. എന്തുകൊണ്ട് 3 പേര് പറഞ്ഞില്ല? പറയാത്തതിന്റെ കാരണം അവർ പറഞ്ഞ് ആ കാര്യം സ്ഥിരീകരിച്ചിരുന്നുവെങ്കിൽ റോമാക്കാരെ ഇളക്കിക്കൊണ്ട് യഹൂദന്മാര് ഈ പാവം മറിയും കാര്യം അവനെ തട്ടിക്കളഞ്ഞൊക്കത്തുള്ളൂ. യഹൂദന്മാർക്ക് ജീവനിലേക്ക് തിരിച്ചു വന്ന ലാസർ അവർക്കൊരു വെല്ലുവിളിയാ. നമ്മളത് വായിക്കുന്നുണ്ട്, അല്ല, ഒരു വെല്ലുവിളിയാ. അപ്പൊ അവർ ഒളിവിൽ പാർക്കുക. അപ്പൊ ആ വിഷയം ഇവരെ അറിഞ്ഞുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. യോഹന്നാൻ എഴുതുന്ന സമയമായപ്പോഴേക്ക് ലാസറൊക്കെ മരിച്ചു കഴിഞ്ഞു. അപ്പൊ ഇനി സേഫാ, എഴുതാം. അപ്പൊ പല കാര്യങ്ങളും അവരെഴുതാതിൻ്റെ കാരണം എഴുതിയാൽ അപകടമാണെന്നുള്ളത്. മറ്റൊന്ന്, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് he didn't use to blow his own trumpet. ബ്ലോയിങ് വൺസ് ഓൺ ട്രംപറ്റ് എന്ന് പറഞ്ഞാൽ തങ്ങൾ ചെയ്ത വലിയ കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് നടക്കുക. ഞാൻ അമേരിക്കയിൽ ചെന്നപ്പോൾ ഒരു സഹോദരി എൻ്റെ അടുത്ത് വന്ന് പറയുകയുണ്ടായി, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയുണ്ടായി. ഈ അമേരിക്കയിൽ സഹോദരി പ്രാർത്ഥിച്ചാൽ മാത്രമേ ഉള്ളൂ, നാട്ടിലെങ്ങും സഹോദരിമാരില്ലേ. അപ്പൊ ഞാൻ അമേരിക്കയിൽ പോയെന്നുള്ള 10 പേരെ അറിയത്തില്ലേ? ഇങ്ങനെ ഈ ബീറ്റിംഗ് ഹിസ് ഓൺ ട്രംപറ്റ് എന്നുള്ളത് കർത്താവിൻ്റെ രീതിയല്ല. താൻ എവിടെ പോയി ഇതിനും ബന്ധം ചെയ്യുന്നുള്ളവർ കർത്താവ് ആരും വിളിച്ച് പറഞ്ഞ് നടക്കാറില്ല. അപ്പം കർത്താവിൻ്റെ മിനിസ്ട്രി ആരംഭിക്കുന്നത് ജുഡിയയിലാണ്. ആ ജുഡിയൻ മിനിസ്ട്രിയെ പറ്റി അറിയാവുന്ന ഒരേ ഒരാള് യോഹന്നാനാ. ഡേ 1 മുതൽ യോഹന്നാൻ കർത്താവിനോട് ഉണ്ട്. ഇവരൊക്കെ പിന്നീട് ഇവർക്ക് ആർക്കും അറിയത്തില്ല.
ആദ്യ 6 മാസം കർത്താവിൻ്റെ മിനിസ്ട്രിയുടെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഇവർക്ക് ആർക്കും അറിയത്തില്ല. അവർക്ക് വന്നപ്പോൾ തന്നെ വന്നും പോയി നിൽക്കുന്നവരാണ്. മീറ്റിംഗ് ഉള്ളത് വരും, പിന്നെ അവർ പഠിക്കും. അങ്ങനെയാണ്. അവർ പൂർണ്ണ സുവിശേഷകരല്ല. അപ്പോൾ യോഹന്നാൻ ഇവരുടെ 3 പേരുടെയും സുവിശേഷങ്ങൾ വായിച്ചപ്പോൾ ഈ 3 പേരും കർത്താവ് ആലയം ശുദ്ധീകരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. എപ്പോൾ ശുദ്ധീകരിക്കുന്നത്? ക്രൂശീകരണത്തിന് മുമ്പ് ആലയം ശുദ്ധീകരിക്കുന്നുണ്ട് പറയുന്നത്. പക്ഷെങ്കിൽ അങ്ങനെ അല്ലല്ലോ. ശുശ്രൂഷ ആരംഭിക്കുന്ന ആലയം ശുദ്ധീകരിച്ചുകൊണ്ടാണല്ലോ. അത് ഇവർക്കാർക്കും അറിയത്തുമില്ലല്ലോ. മനസ്സിലായി? ഇവർക്കാർക്കും ആ സംഭവം അറിയത്തില്ല. അപ്പോൾ യോഹന്നാൻ എന്ത് ചെയ്തു? യോഹന്നാൻ അത് തൻ്റെ ലേഖനത്തിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതി. മറ്റവരൊക്കെ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് നടന്ന ആലയ ശുശ്രൂഷത്തെ പറയത്തുള്ളൂ. യോഹന്നാൻ ആദ്യകാലത്ത് നടന്ന ആലയ ശുദ്ധീകരണത്തെ പറ്റി പറഞ്ഞു. അപ്പോൾ ആദ്യമാണോ ഒടുവിലാണ് ആലയം ശുദ്ധീകരിച്ചത്? മറുപടി, ആദ്യ ശുദ്ധീകരണത്തോടെയാണ് തുടങ്ങിയത്. അവസാന ശുദ്ധീകരണത്തോടെ കർത്താവ് അവസാനിക്കുകയും ചെയ്തു. ഈ 2 ആലയ ശുദ്ധീകരണങ്ങളുടെ നടുവിലാണ് ജീസസ് മിനിസ്ട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആയമോ? ക്ലിയർ ആയി സർ. താങ്ക് യു വെരി മച്ച് സർ. നോ പ്രോബ്ലം. അടുത്ത ചോദ്യം ഉൽപ്പത്തി പുസ്തകത്തിൽ സൃഷ്ടിയോടനുബന്ധിച്ചുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം ഇങ്ങനെയാണ്: ഇഫ് there were living beings in pre-Adamic world, then how did they die? Because death came through Adam only. ആദാമിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ജീവജാലങ്ങൾ ഉണ്ടായിരുന്നു എങ്കിൽ അവ എങ്ങനെ മരിച്ചു അല്ലെങ്കിൽ നശിച്ചു? എന്തെന്നാൽ ആദാം മൂലമാണല്ലോ മരണം ലോകത്തിൽ വന്നത്. തുടർന്ന് ഒരു ചോദ്യം കൂടെ ഉണ്ട് ഇതിനോടനുബന്ധിച്ച്. കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ചുള്ള ആയുസ് കണക്കുകൂട്ടൽ ശാസ്ത്രീയമാണല്ലോ. വേദപുസ്തക അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തെളിവുണ്ട്? നമുക്ക് ഈ കാർബൺ ഡേറ്റിങ്ങിനെ നമുക്ക് ഇന്ന് തള്ളിക്കളയാൻ പറ്റത്തില്ല. വേദപുസ്തക ബിബ്ലിക്കൽ ആർക്കിയോളജിയെ ശരിവെക്കുന്നതും കാർബൺ ഡേറ്റിംഗാണ്. കാർബൺ ഡേറ്റിംഗാണ് ബിബ്ലിക്കൽ ആർക്കിയോളജി ശരിവെക്കുന്നത്. കാർബൺ ഡേറ്റിംഗ് തെറ്റാണെന്ന് പറഞ്ഞാൽ ബൈബിൾ ഇവിടെ തെറ്റായി പോകും. അപ്പം നമുക്ക് കാർബൺ റൈറ്റിനെ പറ്റി നമ്മൾക്ക് നെഗറ്റീവായൊരു പരാമർശം എടുക്കാതിരിക്കാം. 2, വിചിത്രമായ 3 ലോകങ്ങളെ പറ്റി ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു കോംപ്രിഹെൻഡ്. നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞതായിരുന്നു, അത് വീണ്ടും ഞാൻ പറയാൻ പോവാം. 1, ഒലാം ഹബ്ബ എന്ന് പറഞ്ഞാൽ ദ വേൾഡ് ദാറ്റ് ഈസ് ടു കം, വരുവാനിരിക്കുന്ന ലോകം. ഇപ്പോഴുള്ള ലോകമല്ല, വരുവാനിരിക്കുന്ന ലോകം. ആ ലോകത്തിന് പ്രത്യേകത, ഇറ്റ്സ് എ ഡിഫറെൻറ്റ് സോളാർ സിസ്റ്റം. ഇപ്പോഴത്തെ സോളാർ സിസ്റ്റത്തിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിയസ് എന്ന് പറയുന്നത് സൂര്യനാണ്. സൂര്യൻ്റെ വെളിച്ചമാണ് എനർജി സോഴ്സ്. അതിലെ എല്ലാവരും ജീവിക്കുന്നത് അല്ലേ? ആ എനർജി തീർന്നു പോയാലോ നമ്മളെല്ലാവരും നശിച്ചു പോകും. സ്വാഭാവികമാണല്ലേ? ഇനി ആ ലോകമോ, ദ വേൾഡ് ദാറ്റ് ഈസ് ടു കം, അവിടെ സൂര്യൻ ഇല്ല. പിന്നെ കുഞ്ഞാടതിൻ്റെ വിളക്ക്. ഇനി രാപകലില്ല അവിടെ. അടുത്തത്, അവിടെ സമുദ്രമില്ല, അവിടെ റീപ്രൊഡക്ഷനും ഇല്ല. അവയുടെ ലോകത്തിലേക്ക് ആവശ്യമായ മുഴുവൻ മനുഷ്യൻ അവിടെ ഉണ്ട്. അത് വരാനിരിക്കുന്ന ലോകം. ആ ലോകത്തിലാണ് നമ്മൾ പ്രത്യാശ വെക്കേണ്ടത്. ദാറ്റ് അൺഷേക്കബിൾ വേൾഡ് വി വിൽ റീച്ച്. ആ ഇളകാത്ത രാജ്യം പ്രാപിക്കും. ഇപ്പൊ ഉള്ളതോ ഇളക്കമുള്ള രാജ്യമാണ്. ഈ ഇളക്കമുള്ള രാജ്യത്തിന്റെ ഫോക്കസ് സൂര്യൻ, എനർജി സോഴ്സ് സൂര്യനാണ് അല്ലേ? ഇവിടെ സൃഷ്ടിക്കപ്പെട്ട ആളാണ് ആദാം. ഈ ആദാം പാപം ചെയ്തപ്പോഴാണ് എന്ത് ചെയ്യുന്നത്? ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ആദാമിൽ നിന്ന് സാത്താന് കിട്ടുന്നത്.
സാത്താൻ എന്തിനാ വരുന്നത്? മോഷ്ടിക്കുന്നതിനും അറക്കുന്നതിനും കുടിക്കുന്നതിനും. അപ്പൊ ആദാം പാപം ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്തത്? അതിന്റെ ഫലമായിട്ടാണ് ഈ ലോകത്തിൽ ശാപമുണ്ടായത്, മുള്ളും പറക്കാരെ ഉണ്ടായത്, ശാപം ഉണ്ടായത്. അതിന്റെ എൻഡാണ് ഫിസിക്കൽ ഡെത്ത് എന്ന് പറയുന്നത്. ഫിസിക്കൽ ഡെത്ത്. ഇനി നമുക്ക് പ്രീ ആഡമിക് വേൾഡിലേക്ക് പോകാം. പ്രീ ആഡമിക് വേൾഡിൽ ഈ സൂര്യനില്ല. എന്തുകൊണ്ട്? സൂര്യനെ സൃഷ്ടിച്ചതായിട്ട് ഈ ആഡമിക് വേൾഡിൽ സൂര്യനെ സൃഷ്ടിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? അതിന് മുമ്പ് സൂര്യൻ ഇല്ലെന്നാണ് അല്ലേ? ഇന്ന വർഷം ഞാൻ ജനിച്ചെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ ഇല്ലെന്നാ. അപ്പോൾ സൂര്യനെ സൃഷ്ടിക്കുന്ന ആഡമിക് വേൾഡിലാണ്. ആഡമിക് വേൾഡിലാണ്. അതിനു മുമ്പ് സൂര്യൻ ഉണ്ടായിരുന്നോ? എനിക്ക് അങ്ങോട്ട് പോകാനുള്ള നോളജ് ഇല്ല. ഇതുകൊണ്ട് അപ്പോൾ പ്രീ ആഡമിക് വേൾഡിൻ്റെ ലൈറ്റ് സോഴ്സ്, എനർജി സോഴ്സ് എന്തായിരുന്നു? പോസ്റ്റ് ആഡമിക് വേൾഡിൻ്റെ സോഴ്സ് കുഞ്ഞാടായിരുന്നെങ്കിൽ പ്രീ ആഡമിക് വേൾഡിൻ്റെയും എനർജി സോഴ്സ് ദൈവമായിരുന്നു. ദൂതന്മാർ പാപം ചെയ്തപ്പോൾ ദൈവം ആ ഭൂമിയെ തൻ്റെ മുഖപ്രകാശത്തിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. അപ്പൊ ഇനി ഞാൻ എന്തില്ല? വെളിച്ചമില്ല, എനർജി ഇല്ല, എനർജി സോഴ്സ് ഇല്ല. അത് തന്നെ മരിച്ചില്ലാതാകുക. ഇനി ആരും കൊല്ലുകയല്ല, അത് തന്നെ മരിച്ച് ഇല്ലാതാകുക. തന്നെ മരിച്ചില്ലാതാകുക. ദാറ്റ്സ് ഓൾ. അപ്പം ആ ലോകത്തിൽ മരിച്ചുപോയതായ, ചത്തുപോയതായ ജീവജാലങ്ങളുടെ ഫോസിൽസ്, ആ ഫോസിൽസ് ഇത്ര 1000 വർഷം പഴക്കമുള്ളതാണ് എന്ന് കാർബൺ ഡേറ്റിംഗ് പറയുമ്പോൾ അതിനെപ്പറ്റി ഒരു അഭിപ്രായം പറയാൻ, നെഗറ്റീവ് അഭിപ്രായം പറയാൻ ഞാൻ ആളല്ല. എനിക്കൊരു കാര്യം അറിയാം, ആ ലോകത്തിലെ ജീവികളുടെ ഫോസിൽസിന്റെ സൈസ് എടുത്താൽ ആദമിക് വേൾഡിൽ അത് ഇമ്പോസിബിളാണ്. അപ്പൊ നമുക്കിതെടുക്കാം, ഡൈനോസേഴ്സ് എടുക്കാം. ഡൈനോസേഴ്സ് ആദമിക് വേൾഡിൽ ഇമ്പോസിബിൾ ആണ്. അപ്പൊ ആദമിക് വേൾഡിൽ എല്ലാ ക്രീച്ചേഴ്സിനെയും അതിന്റെ സ്പീഷീസ് എടുത്തിട്ട് നോഹയുടെ പട്ടണത്തിനകത്ത് കയറ്റി. നോഹയുടെ പട്ടണത്തിനേക്കാൾ എത്രയോ വലുതാണ് ഡൈനോസേഴ്സ് അല്ലേ? അപ്പൊ ഡൈനോസേഴ്സ് എങ്ങനെ ആദമിക് വേൾഡ് നോഹയുടെ പൊട്ടകത്തിൽ കയറി? എടാ, നോഹയുടെ പൊട്ടകത്തിൽ ഡൈനോസേഴ്സ് നിന്നോട് ആരാ പറഞ്ഞത്? അല്ലേ? അപ്പം അത് ആ പഴയ പുരാതന ലോകത്തിലെയാണ്. അതിന്റെ ഫോസിൽസ് ഈ ഭൂമിയിൽ നിന്ന് കണ്ടെത്തുന്നുണ്ട്. അതിന് ഇത്ര വർഷം പഴക്കമുണ്ടെന്ന് പറയുമ്പോൾ അങ്ങനല്ല, അത് തെറ്റാണെന്ന് പറയാൻ, 6000 വർഷം പഴക്കമേ ഉള്ളൂ ഈ ഭൂമിക്കെന്ന് പറയാൻ നമുക്ക് യാതൊരു റൈറ്റുമില്ല. 6000 ഇയേഴ്സിന്റെ ഹിസ്റ്ററി നമുക്ക് ആദമിക് വേൾഡ്, ആദാം പിതാവായി വരുന്ന ഈ മനുഷ്യരാശിക്കും അവരുമായിട്ട് കണക്ട് ചെയ്ത് ഈ ലോകത്തിന് മാത്രമേ പറയാനൊക്കത്തുള്ളൂ. പക്ഷെ അതിനു മുമ്പ് ഒരു ലോകമുണ്ടായിരുന്നു. ഇത് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പുരാതന ലോകം. പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല. 10 വർഷം ലേഖനത്തില് പുരാതന ലോകത്തെ ദൈവം ആദരിച്ചില്ല. അപ്പൊ അങ്ങനെ പുരാതന ലോകം ഉണ്ടായിരുന്നു. ഇത് ബൈബിളിൽ തന്നെ പറയുകയാണ്. നമ്മൾ ജീവിക്കുന്നത് വലാം ഹസേ, ഇപ്പോഴുള്ള ലോകം. ഇനി വരാനിരിക്കുന്നത് വലാം ഹബ്ബ, വരാനിരിക്കുന്ന ലോകം. അപ്പം ഫോസിൽസ് ഉണ്ടായിരുന്നു, തെറ്റെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. പ്രീ ആഡമിക് വേൾഡ് ഉണ്ടായിരുന്നു. മരണം അവിടെ എങ്ങനെ സംഭവിച്ചു? ദൈവം തൻ്റെ മുഖം അതിൽ നിന്നും തിരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് എനർജി ഇല്ല, മരിച്ചുപോയി, തീർന്നുപോയി. അത്രേ ഉള്ളൂ. സർ, അടുത്ത ചോദ്യം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യത്തിൽ രക്ഷിക്കപ്പെടുന്നതിന് ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാതിരുന്ന ഒരു രാജ്യക്കാരൻ. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യപ്രകാരം ഇസ്രായേൽ എന്ന ശ്രേഷ്ഠ രാജ്യത്തിലെ പ്രജകളായ യഹൂദന്മാരുടെ സഹപൗരന്മാരായി തീരുന്നത് ആത്മീയ അർത്ഥത്തിൽ എടുത്താൽ മതിയോ?
സങ്കീർത്തനം 122 6 വാക്യപ്രകാരം രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഇന്നത്തെ ഇസ്രായേൽ രാജ്യത്തിന്റെയും അവിടുത്തെ ജനങ്ങളായ യഹൂദന്മാരുടെയും സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കണമോ? യെസ്, നമുക്ക് ലാസ്റ്റ് പാർട്ടിന്റെ ആൻസർ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഓക്കെ. നിന്നെ അനുഗ്രഹിക്കുന്നവന് ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവന് ഞാൻ ശപിക്കും. അബ്രഹാമിനോട് ദൈവം പറഞ്ഞതാ. ഇത്രയും നാളും ദൈവം ചരിത്രത്തിൽ അത് തെളിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ഒരുപാട് രാജ്യങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. റീസൺ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നു, ഇസ്രായേലിന് അനുകൂലവാദികളായി നിൽക്കുന്നു. ദാറ്റ് ഈസ് ദ മെയിൻ റീസൺ. ഇസ്രായേലിന് ഏറ്റവും ഇന്റർനാഷണൽ സപ്പോർട്ട് ആവശ്യമായ സമയത്ത് ഇസ്രായേൽ രാജ്യം ഫോം ചെയ്യപ്പെടണം. അതിനുവേണ്ടി ശക്തമായിട്ട് UN അസംബ്ലിയിൽ വാദിച്ചത് റഷ്യയാണ്, സോവിയറ്റ് റഷ്യ. അപ്പൊ നോക്കിയേ, ഒരു വലിയ വേൾഡ് മുഴുവനെതിരായിട്ടും സോവിയറ്റ് റഷ്യ ഇപ്പോഴും ഉണ്ട്. അതൊന്ന്. യഹൂദനെ കണ്ട ഉടനെ പ്രാകുന്ന ചില കക്ഷികളുണ്ട്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഹീത്രോ എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന കാലത്ത് ലണ്ടനിൽ എൻ്റെ സ്റ്റാഫിൻ്റെ നല്ലൊരു ഭാഗം വന്ന് പാകിസ്ഥാനികളാണ്. അപ്പോൾ യഹൂദന്മാർ കൂട്ടമായിട്ട് യാത്ര ചെയ്തുള്ളൂ. ഇവരെ കണ്ടറിഞ്ഞ് ഈ പാകിസ്ഥാനി പുറമോട്ട് തിരിഞ്ഞ് നമുക്ക് പ്രാകുക, ചീത്ത പറയാ. ഞാൻ ചെയ്യടാ, നീ എന്തേ കാണിക്കുന്നത്? അപ്പോൾ അവന് ഉള്ള ചീത്തയല്ല, ഇവരെ പഠന ചീത്തയല്ല എന്നോട് പറയാം. ലോകത്തിൽ ഇതുപോലെ നാണം കെട്ട ഒരു രാജ്യം ഇന്നുണ്ടോ? പാകിസ്ഥാനെ പോലെ നാണം കെട്ട ഒരു രാജ്യം ഈ ലോകത്തുണ്ടോ? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മണിക്കൂർ മുമ്പ് സ്വാതന്ത്ര്യം കിട്ടിയത് അവർക്ക് അല്ലേ? എന്താ അവൻ്റെ സ്ഥിതി? അപ്പോൾ ഇസ്രയേലിനെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്ക് അനുഗ്രഹമേ ഉണ്ടാകത്തുള്ളൂ. ഇസ്രയേലിനെ ശപിക്കുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം നിന്റെ മേൽ വരും, എത്ര വലിയവനായാലും. ഒരു കാലത്ത് എണ്ണ വീട്ടിൽ ലോകത്തെ മുഴുവൻ കാൽ കീഴിലിട്ട കറക്കിയ രാജ്യമാണ് ഇറാൻ. ഇനി ഞാൻ പത്രം വായിക്കുമായിരുന്നു, ടോയ്ലറ്റ് കൊണ്ടുവന്ന ടിഷ്യൂ പേപ്പറിന്റെ വിലയില്ല അവൻ്റെ കറൻസിക്ക്. ഇറാന്റെ കറൻസിക്ക് വിലയില്ല. എന്താ പ്രോബ്ലം? പക്ഷേ അപ്പുറത്ത് കിടക്കുന്ന ഇസ്രായേൽ അവിടെ തുറക്കുന്നുണ്ട്. നിനക്കെന്നാ കുഴപ്പം? അവർ നിന്നെ ആക്രമിക്കാൻ നിന്റെ രാജ്യത്ത് വരുന്നില്ല അല്ലേ? ജീവിച്ചു പോട്ടെ. ഒരിക്കലും അവർ ഇസ്രായേലിന് അനുകൂലവാദികളായിരുന്നു. ഇസ്രായേലിൽ ഗ്യാസ് ഉൾപ്പെടെയുള്ള ഈ പെട്രോളിയം ഉൾപ്പെടെയുള്ള സംഗതികൾ കൊടുത്തുകൊണ്ട് ഇസ്രായേലിന് അനുകൂലവാദികളായിരുന്നു. അന്ന് അവർ ലോകത്തിലെ റിച്ച് രാജ്യമായി തീർന്നു. പാശ്ചാത്യ ലോകത്തെ മുഴുവൻ അവർക്ക് വിറപ്പിക്കാൻ കഴിഞ്ഞു ഇസ്രായേലിനെ അനുകൂലിച്ച കാലത്ത്. അത് കഴിഞ്ഞ് ഇസ്രായേലിന് പ്രതികൂലമായ അന്ന് മുതൽ മുടിയാൻ തുടങ്ങി. അപ്പം അതൊരു ഫാക്റ്റാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റുന്നില്ല. അതിനെപ്പറ്റി ഇത്രയേ ഉള്ളൂ വേദപുസ്തകത്തിൽ. ഈ ഇസ്രായേലിനുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം ലോകജാതികളോട് പറയുന്നത്, അവരെ തൊടുവാൻ അവൻ ആരെയും അനുവദിച്ചില്ല. എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. അവർ ചെയ്ത തെറ്റുകൾക്കൊക്കെ ദൈവം അവരെ ശിക്ഷിക്കുന്നുണ്ട്, കഠിനമായി ശിക്ഷിക്കുന്നുണ്ട്. അവരപ്പനും മക്കളും തമ്മിൽ തീർത്തോളും. നീ അതിൻ്റെ ഇടയ്ക്ക് കയറി വലിയ ആൾ കളിക്കാൻ ചെന്നാൽ നീ വിവരം അറിയും. അതൊരു ഫാക്റ്റ്. ഇനി എഫെസ്യ ലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ വരാൻ പോവാണ്. ദൈവം ഒരു ഫാമിലിയെ സൃഷ്ടിക്കുക, തനിക്ക് വേണ്ടി ഒരു കുടുംബത്തെ സൃഷ്ടിക്കുക, തനിക്ക് അവരോടൊപ്പം വസിക്കാൻ, തൻ്റെ നിലവാരത്തിലേക്ക് അവർ ഉയർത്തിക്കൊണ്ടുവന്ന് താൻ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്ന് തൻ്റെ സ്വർഗത്തിലെ ഓഫീസ് വരെയും താഴോട്ട് മാറ്റി. ഇതാ മനുഷ്യനോടുകൂടി ദൈവത്തിൻ്റെ കൂടാരം.
അങ്ങോട്ട് ജനതയെ തിരഞ്ഞെടുക്കണം. ഒറ്റ ഫാമിലിയേ ഉള്ളൂ. ആ ഫാമിലി തിരഞ്ഞെടുക്കാനുള്ള ദൈവത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റെപ്പാണ് യഹൂദനെ തിരഞ്ഞെടുത്തത്. ആ ഒരു ഫാമിലിയോട് ദൈവത്തിന്. ഇനിയും ഈ യഹൂദൻ ഒരു വലിയ ശതമാനം ആളുകളും യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല. വിശ്വസിക്കാഞ്ഞതുകൊണ്ട് അവിശ്വാസം നിമിത്തം ദൈവം അവരെ നീക്കിക്കളഞ്ഞു അവരുടെ സ്പിരിച്വൽ പൊസിഷനിൽ നിന്ന്. ഇതിന് ദൈവം നല്ലൊരു എക്സാമ്പിൾ എടുത്തു. എക്സാമ്പിളാണ് ഒലിവ് വൃക്ഷത്തിൻ്റെ. സ്വാഭാവിക ഒലിവാണ് അവര്. അതിൻ്റെ കുറേ കൊമ്പുകൾ എന്ത് ചെയ്തില്ല? യേശു ക്രിസ്തുവിനെ വിശ്വസിച്ചില്ല. അവിശ്വാസം നിമിത്തം അവർ ഒടിഞ്ഞുപോയി. സുവിശേഷം ജാതികളുടെ ഇടയിലെത്തി. എന്നെപ്പോലെ പാവപ്പെട്ടവരെന്ത് ചെയ്തു? എൻ്റെ അപ്പനും വല്യപ്പനും ഒക്കെ സാധുക്കളാ. ഇവരിത് കേട്ടങ്ങ് വിശ്വസിച്ചു. അപ്പം നമ്മള് കാട്ടൊലിവാണ്. ഈ കാട്ടൊലിവിൽ നിന്ന് യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച കൊമ്പുകളെ അവിടുന്ന് ഒടിച്ചു. എവിടെ കൊണ്ടുവന്ന് വെച്ചു? ഈ നാട്ടൊലിവിനോടുകൂടി ഡ്രാഫ്റ്റ് ചെയ്ത് വെച്ചു, ഒട്ടിച്ചു. അപ്പം കാട്ടൊലിവെല്ലാം ഒന്നും നാട്ടൊലിവെല്ലാം വേർന്നു. രണ്ട് സഭയാട്ട്. നോ, യഹൂദനെന്നോ നോൺ ജ്യൂ എന്നോ ഇല്ലാതെ വൺ മാൻ ഇൻ ക്രൈസ്റ്റ്, വൺ ഫാമിലി ഇൻ ക്രൈസ്റ്റ്. അപ്പൊ സ്പിരിച്വലി യഹൂദന്റെ എല്ലാ അനുഗ്രഹങ്ങളും ക്രിസ്തുയേശുവിൽ കൂടെ വിശ്വസിച്ചതായ നോൺ ജ്യൂസിന് കിട്ടി. അപ്പൊ എല്ലാ പ്രിവിലേജും കിട്ടി. ഓക്കെ, ദാറ്റ് ഡസ് നോട്ട് മീൻ I am a physical Jew now. അതുകൊണ്ട് ഫിസിക്കലി ഞാനിപ്പോൾ യഹൂദനല്ല ആണെന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്യരുത്. No, I'm not. I'm a Gentile. I'm a Gentile. ജെൻറ്റൈലായ എന്നെ, കാട്ടുമരത്തിൻ്റെ കൊമ്പായി എന്നെ സ്വഭാവത്തിന് വിരോധമായി എന്നെ വെട്ടിയെടുത്ത് നാട്ടുമരത്തോട് ഒട്ടിച്ചു വെച്ചു. ഇതാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ ചെയ്തത്. അപ്പം ഈ കാര്യമാണ് നമ്മൾ ഈ കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒലീവ് ട്രീ ഫെസ്റ്റിവൽസ് നടത്തുമായിരുന്നു വെസ്റ്റേൺ വേൾഡിൽ. ഒലീവ് ട്രീ ഫെസ്റ്റിവൽസ്. ഒലീവ് ട്രീ ഫെസ്റ്റിവൽസിൽ ഞാൻ ഇവിടെ വരുന്നതിനൊരു 15-20 വർഷം മുമ്പ് വരെ ഇവിടെ ഒലിവ് ട്രീ ഫെസ്റ്റിവൽസ് ഉണ്ടായിരുന്നു. നീണ്ടിരിക്കുന്ന ഫെസ്റ്റിവൽസ് ആണ്. അപ്പൊ ക്രിസ്ത്യൻ ചേർച്ചസ് യഹൂദന്മാരുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് പറയും, നിങ്ങളുടെ മശിഹയാണ് ഞങ്ങൾക്ക് രക്ഷിതാവായി തീർന്നത്. നിങ്ങളുടെ മശിഹയാണ്, നിങ്ങളുടെ പിതാവ് അബ്രഹാമാണ് ഞങ്ങളുടെ ആത്മീയ പിതാവ്. നിങ്ങൾക്ക് നൽകപ്പെട്ട തിരുവെഴുത്ത ഞങ്ങളുടെ വേദപുസ്തകം നിങ്ങൾക്ക് നൽകിയതാ. നിങ്ങൾക്ക് നൽകിയ വാഗ്ദത്തങ്ങളാണ് ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ എല്ലാ നന്മയുടെ അനുഗ്രഹത്തിന്റെ ഉറവിടം നിങ്ങളാണ്. സോ കം ഓൺ, ലെറ്റ് us have a fellowship. അവരെന്ത് ചെയ്യും? ഫെലോഷിപ്പ് വെച്ചിട്ട് യഹൂദന്മാരെല്ലാം വിളിച്ചിട്ട് ഒരു കോഷർ മീൽ അറേഞ്ച് ചെയ്യും. കോഷർ എന്ന യഹൂദന്മാരുടെ ഭക്ഷണക്രമം കോഷർ ഫുഡ് അറേഞ്ച് ചെയ്തിട്ട് ഒരു ഓട് നേരെ വരുന്ന അന്യോന്യം സംസാരിക്കുകയും റിലേഷൻഷിപ്സ് ഉണ്ടാക്കുകയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇതിന് ഒലിവ് ട്രീ മീറ്റിംഗ്സ് എന്ന് പറയും. അത് ജൂവിഷ് സുപ്പീരിയോറിറ്റി ഇവർ അംഗീകരിക്കുന്നതല്ല, സുപ്പീരിയർ ഇൻഫീരിയർ എന്നുള്ളതല്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ നന്ദി. സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്. അവരുടെ നഷ്ടം ജാതികൾക്ക് ധനം, അവരുടെ ശാപം ജാതികൾക്ക് അനുഗ്രഹം. അവർക്ക് നഷ്ടമായത് നമുക്ക് സമ്പത്തായി തീർന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? നന്ദി പറയുന്നു.
അവരെ വിളിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. ഇനി അങ്ങനെ അറിയിക്കാൻ വേറെ പല റീസൺസും ഉണ്ട്. വലിയ മീറ്റിംഗ് നടത്താൻ ഇത് മാത്രമല്ല റീസൺ, വേറെ ധാരാളം റീസൺസ് ഉണ്ട്. അപ്പം നമ്മൾ കൺക്ലൂഡ് ചെയ്യുമ്പം കിങ്ഡം ഓഫ് ഗോഡ്, ദൈവസഭ എന്ന് പറഞ്ഞ ഒരു സഭയാണ്, ഒന്നാണ്. അതിൻ്റെ സാമ്യരൂപമാണ് ഒലിവ് ട്രീ. ഒരു ഒലിവ് ട്രീയേ ഉള്ളൂ ദൈവത്തിന്, ഒരു ഒലിവ് ട്രീയേ ഉള്ളൂ. ദേശാന്തരം കല്യാണം കഴിഞ്ഞ് നടക്കുന്ന പോലെയാണ് കർത്താവ്. തനിക്ക് ഒരു സഭയേ ഉള്ളൂ. അത് തൻ്റെ ഓൾഡ് ടെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് തൻ്റെ ഫസ്റ്റ് ചിൽഡ്രൻ. ന്യൂ ടെസ്റ്റ്മെന്റ് നമ്മൾ പറയുന്നത് അതിനോട് ചേർക്കുന്ന ചിൽഡ്രൻ. ഇനി സ്വർഗത്തിൽ ചെല്ലുമ്പോൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ഇന്ന് ജീവിക്കുന്നവർ കുഞ്ഞാടിന്റെ മണവാട്ടിയാണ്. അതിൽ യഹൂദനോ നോൺ ജീവനോ ഒരു വ്യത്യാസമില്ല. യഹൂദനോ ദൈവത്തിന്റെ ഭവനക്കാരനായിട്ട് അവിടെ ഉണ്ട്. അബ്രഹാം മുതൽ ഇങ്ങോട്ടെടുത്താൽ യോഹന്നാൻ സ്നാപകൻ വരെ ഭവനക്കാരാണ്. ദൈവസഭ കുഞ്ഞാടിന്റെ മണവാട്ടിയായിട്ട് ചേർക്കപ്പെട്ടവരാണ്. മാവ് ഇങ്ങനെ എക്സാമ്പിൾ എടുക്കണം. മാവിന്റെ മോനെ കല്യാണം കഴിച്ചപ്പോഴേ ഒരു പെൺകുട്ടി നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാഗമായിട്ട് മാറി. അവൾ വന്നപ്പോൾ നിങ്ങൾ ആരും ഇനി ഇല്ലയോ? ഇനി അപ്പനും ഇല്ല, അമ്മയും ഇല്ല, സഹോദരങ്ങളും ആരുമില്ല, അവൾ മാത്രമേ ഉള്ളൂ. അല്ല, ആ വലിയ കുടുംബത്തിലേക്ക് അവൾ അംഗമായി വരികയാണ്. അബ്രഹാം മുതൽ യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ഭക്തന്മാരുടെ ഒരു വലിയ സഭ, അതിനാണ് പഴയ നിയമസഭ എന്ന് പറയുന്നത്. ഇനി ആദാം മുതൽ അബ്രഹാമിന്റെ കാലം വരെ ദൈവത്തെ വിശ്വസിച്ച് ആരാധിച്ച ഒരു കൂട്ടമുണ്ട്. ഇവര് ഇതിനോട് കൂടുക. ഈ വലിയ ഫാമിലിയിൽ കുഞ്ഞാടിന്റെ സഭ, കുഞ്ഞാടിന്റെ കാന്തം മണവാട്ടിയെ ചേരുക. അപ്പം നമ്മൾ അവരുടെ കൂടെ ചെന്ന് ചേരുക, അവരെ എല്ലാം തള്ളിക്കളഞ്ഞ് നമ്മൾ മാത്രം എന്നുള്ള റീപ്ലേസ്മെന്റ് തിയോളജി തെറ്റാണ്. ഇങ്ങനെയാണല്ലോ. അപ്പം നമുക്ക് അവരോട് നമുക്കൊരു കടപ്പാടുണ്ട്. ആ കടപ്പാട് നമ്മൾ തീരിക്കേണ്ടെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. 2, ഒക്കുമ്പോൾ ആ രാജ്യം സന്ദർശിക്കുക. 3, ജൂവിഷ് ഗുഡ്സ് മേടിക്കുക. ഇന്ത്യയിലൊന്നും അധികം കിട്ടാനില്ല. ഞാനാണെങ്കിൽ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റാണ് ടെസ്കോ. ടെസ്കോയുടെ ഒരു ഭാഗം കോഷർ ഫുഡാണ്. യഹൂദന്മാരുടെ. എനിക്ക് യാത്ര ചെയ്യാൻ വയ്യല്ലോ. ഞാൻ നടന്ന് ഷോപ്പിങ്ങിന് പോകുന്ന കാലത്ത് എപ്പോഴും അവിടെ പോകും. അപ്പോൾ അവരുടെ ഫുഡ് ഐറ്റംസ്, ബാക്കി ക്ലോത്ത് ഐറ്റംസ് എല്ലാം അവിടെ നിന്ന് മേടിക്കും. അത് എനിക്ക് അവരോടുള്ള ഒരു സോളിഡാരിറ്റിയുടെ ഭാഗമാണ്. ഞാൻ പ്രോ ജൂവിഷ് ആണ്, യഹൂദന് അനുകൂലവാദിയാണ്. അനുകൂലവാദി എപ്പോഴും യഹൂദന് അനുകൂലമായിട്ട് സംസാരിക്കുന്ന ആളുമാണ്. യഹൂദൻ അനുകൂലം. അതുകൊണ്ട് എന്നെ ഇഷ്ടമല്ലാത്ത ഒത്തിരി പേരുണ്ട്. ചിലൻ്റെ മുമ്പ് നമ്മുടെ ഈ വീഡിയോ തുടങ്ങുന്ന മുമ്പ് ഞാൻ യഹൂദന് അനുകൂലമായിട്ട് സംസാരിക്കുമ്പം ആൾക്കാരൊന്ന്, എടാ നിനക്ക് എന്നാണ് അതിനകത്ത് കാര്യം? നീ ആരുടെ അവർക്കൊണ്ട് സംസാരിക്കാൻ എന്ന് ചോദിക്കാറുണ്ട്. അത് അവരുടെ വിവരദോഷമാണ്. ഞാൻ മറുപടി കാര്യമില്ല. നമ്മൾ ആത്മീയമായി നമ്മുടെ കുടുംബത്തോട് ചേർന്നത് ഇനിയും ഭൗമികമായി മാറും. കർത്താവിന്റെ വരവെങ്കിൽ അവർ നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾ ഒറ്റ കുടുംബമാണ്. അന്ന് ഫിസിക്കലായി, ഭൗതികമായി, അക്ഷരികമായി അത് നിലവിൽ വരും. ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ. ഇപ്പം ആത്മീയമായി നിലവിൽ വന്നു. ഒരുപാട് പേർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് നമ്മൾ അവരോട് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പോകുന്നൊരു കാര്യം, അത് ഗ്രഹിക്കാനുള്ള ബുദ്ധി അവർക്കില്ല. ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. ഇന്നല്ല വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ അവൻ ഞങ്ങളെ രാജ്യവും പുരോഹിതന്മാരുമാക്കിയെന്ന് ആംപ്ലിഫൈഡ് ബൈബിളിലും മലയാളം ബൈബിളിലും കാണുന്നു. എന്നാൽ കിങ് ജെയിംസ് വെർഷനിൽ രാജാക്കളും പുരോഹിതന്മാരും എന്ന് കാണുന്നു. ഇതിൽ ഏതാണ് ശരി എന്നാണ് പ്രേക്ഷകന്റെ ചോദ്യം.
രാജ്യവും പുരോഹിതന്മാരുമാക്കിയതാണോ? രാജാക്കളും പുരോഹിതൻ. രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കിയതാണോ? ശരി. ഓക്കെ. ഇത് ഈ ഓൾഡ് ടെസ്റ്റ്മെന്റ് ഹീബ്രുവിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വരുന്നതാണ് നമ്മുടെ ഈ കിങ് ജെയിംസ് എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് ഈ ലിപി എഴുതുമ്പോൾ ചെറിയ പ്രോബ്ലം ഉണ്ട്. രാജ്യം എന്നുള്ളത് വേർഡ് മൽക്കൂത്ത് എന്നാണ്. രാജാവ് എന്നുള്ള മേലേക്ക് എന്നാണ്. ഇന്നത് തിരിച്ചറിയത്തക്കവണ്ണം നിക്കൂത്ത് എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനം, നിക്കൂത്ത് എന്ന് പറഞ്ഞാൽ കുത്തും കോമ എഴുതുന്നതാണ്. നമ്മളതിന് ഈ വവൽസ് എന്ന് ഇംഗ്ലീഷ് പറയാമല്ലോ. ഹീബ്രു ലാംഗ്വേജിൽ വവൽസ് ഇല്ല. അപ്പം ഒരു ലെറ്റർ എഴുതിയാൽ അതിൻ്റെ വവൽസ് ചേർത്ത് അത് പറയാനൊക്കത്തുള്ളല്ലോ. ഇപ്പം നമുക്ക് സ, സി, സോ, സു, സേ ഇതെല്ലാം അതിൻ്റെ വവൽസ് ചേർത്ത് വേണം പറയാൻ. അല്ലേ? അല്ലാതെ സായിക്ക് മാത്രം ഒരു നിലനിൽപ്പില്ലല്ലോ. ഇബ്രായ ഭാഷയിൽ ഈ വവൽസ് ഇല്ല. വവൽസൊക്കെ ഇപ്പോഴാണ് നിലവിൽ വരുന്നത്. നമ്മൾ ഈ അന്നത്തെ കാലത്ത് എടുത്തോണേ. അപ്പൊ ഇത് മേക്ക് ഔട്ട് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. കിങ് ജെയിംസ് ട്രാൻസ്ലേറ്റേഴ്സ് അത് എന്തെന്നറിയാമോ? രാജാക്കന്മാരും പുരോഹിതന്മാരും എന്ന് എഴുതി വെച്ചു. അത് അവരുടെ മൈന്യൂട്ട് മിസ്റ്റേക്കാണ്. നമ്മൾ രാജാക്കന്മാരും പുരോഹിതന്മാരും അല്ല, രാജ്യവും പുരോഹിതന്മാരും എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ ഒരു രാജ്യം വേണം. രാജ്യം വേണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ പ്രജകൾ വേണം. രണ്ടാമത്തേത് കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. ഒന്നാമത്തെ കിങ് രാജാവ് വേണം. 2 പ്രജകൾ വേണം. 3 കോൺസ്റ്റിറ്റ്യൂഷൻ വേണം. 4 ലാൻഡ്സ്കേപ്പ് വേണം. രാജാവുണ്ട്, നമ്മുടെ വാഴ്ച രാജാവാണ്. ഇനി അടുത്ത വേണ്ടത് പ്രജകളായി വേണ്ടിയത്. കൂടെ കുറെ രാജാക്കന്മാരല്ലേ വേണ്ടിയത്, പ്രജകളായി വേണ്ടിയത്. അപ്പൊ കർത്താവ് നമ്മളെ രാജ്യവും, he made us a nation, and that nation are the priests of God. അവർ ദൈവത്തെ ആരാധിക്കുന്നവരാണ്. He made us a nation, and that nation is worshiping God. അതാണ് അതിന്റെ പൂർണ്ണ അർത്ഥം. പക്ഷെങ്കിൽ ഈ പറഞ്ഞല്ലോ, ഈ നിക്കൂത്ത് എന്ന കാര്യങ്ങൾ നിലവിൽ വന്നിട്ടില്ലാത്ത കാലത്തും, 2 മാനുസ്ക്രിപ്റ്റിൽ നിന്ന് കാര്യങ്ങൾ മുഴുവൻ വ്യക്തമായിട്ട് എടുക്കാൻ കഴിയാതിരുന്ന ഒരു കാലത്തുമാണ് കിങ് ജെയിംസ് ട്രാൻസ്ലേഷൻ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ട്രാൻസ്ലേറ്റേഴ്സിന്റെ ബോധപൂർവമല്ലാത്ത എറേഴ്സ് ഉണ്ടായിട്ടുണ്ട്. തെറ്റല്ല, അവരുടെ മിസ്റ്റേക്ക്, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് നമുക്ക് പറയാനൊക്കത്തില്ല. നമുക്ക് അവൈലബിൾ സോഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ലിമിറ്റുമുണ്ട്. ഒന്ന് അവൈലബിൾ സോഴ്സ് ഇത്രേ ഉള്ളൂ. എത്ര ശ്രമിച്ചാൽ ഇത്രേ മനസ്സിലാകത്തുള്ളൂ. ആ വീക്ക്നെസ് നമുക്ക് കിങ് ജെയിംസിൽ ഉടനീളം കാണാൻ കഴിയും. അത് നമുക്ക് കിങ് ജെയിംസ് ബൈബിൾ കോളേജ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. കിങ് ജെയിംസ് ഫാലസി എന്ന് പറയും. കിങ് ജെയിംസ് ട്രാൻസ്ലേറ്റേഴ്സിന് അത്രേ ഗ്രഹിക്കാൻ കഴിഞ്ഞുള്ളൂ. നമ്മൾ ആ സെൻസിൽ എടുത്താൽ മതി. That's correct. Okay, thank you very much, No sir. problem. Okay. You want to ask one more question? Do you have time? Another 5 minutes? Yes, 5 minutes. Yes. അടുത്ത ചോദ്യം, യേശുക്രിസ്തു സമരിയക്കാരി ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഏദനിലുള്ള നദിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. നോഹയുടെ കാലത്താണ് മഴ ഭൂമിയിൽ പെയ്തത്. അങ്ങനെയെങ്കിൽ
ഏതിൽ നിന്നും പുറപ്പെട്ട നദിയിൽ വെള്ളമാണോ ഉണ്ടായിരുന്നത്? ഒരു അയ്യോ, ഏതോ ചോദ്യം എന്നറിയാമോ കേട്ടോണേ. ഈ മുകളിൽ നിന്നുള്ള വെള്ളം താഴോട്ട് വീഴുന്ന മഴ ഭൂമി എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ നിന്നുണ്ടായതാണ്. ഉം, വെള്ളത്തിൽ നിന്നാണ് കര വരുന്നതല്ലേ. അതേ വെള്ളത്തിന് മുകളിലോട്ട് വന്നൊരു നദിയായി ഒഴുകാൻ ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അന്ന്. ഉം, ഇന്നും ഇല്ല. ഇന്നുമില്ല. മഴയില്ലാത്തപ്പോഴും നമുക്ക് നദിയുണ്ട്. ഉം, വെള്ളം എവിടുന്നാ വരുന്നേ? മേളിൽ നിന്ന് മാത്രമാണ് വരുന്നത്? അല്ല, അതെ, ഭൂമിക്ക് ഉറവയുണ്ട്. അതെ. ഭൂമിയുടെ ഉറവകളെ തുറന്നാണ് നദി വരുന്നത്. ഉം, ദാറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ക്ലിയർ ആസ് ദാറ്റ്. അതെ, അതെ, അല്ലാതെ അതെ. ആ നദിക്കകത്ത് വെള്ളമല്ലായിരുന്നു, വാറ്റുചാരായിരുന്നു ഒഴുകി വന്നതെന്നൊന്നും വിശ്വസിക്കേണ്ട ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. So it was a very simple question. Yeah. Sir, thank you very much, sir. ഈ സെഷൻ നിങ്ങൾക്ക് പ്രയോജനമായി എന്ന് ഞങ്ങൾ കരുതുന്നു. തുടർന്നും നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അറിയിക്കാവുന്നതാണ്. ബാബു സർ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകുന്നതായിരിക്കും. May God bless you all. Thank you once again. Thank you. Thank you very much. Bye.